സർക്കാരിനെതിരായിട്ടുള്ള പല സമരങ്ങളും ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ആശമാരുടെ സമരം അത് ആശമാർ പോലുമല്ല, അതിന് പിറകിൽ മറ്റ് സംഘടനകളുണ്ടെന്ന് CPM നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമരപ്പന്തലിൽ പോയി ആ പിന്തുണ കൊടുത്ത സമയത്ത് അത് ഏത് രീതിയിൽ? ഞാൻ ഈ ആശമാരുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അവർ സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ സമരം മുന്നോട്ട് നിൽക്കുമ്പോഴോ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യവും അവർക്ക് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിനെ പറ്റിയൊരു വലിയ പാളിച്ചയുണ്ട്. ആശമാർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വലിയൊരു സേവനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയത്, കോവിഡ് രോഗികളെ കണ്ടെത്തിയത്, അവരെ ചികിത്സിച്ചത്, അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുത്തത്, അപ്പോൾ സ്വന്തം ജീവനെപ്പോലും അവരുടെ റിസ്ക് എടുത്തുകൊണ്ട് അത്രയും വലിയൊരു മഹനീയ സേവനമാണ് അവർ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് ആ കാലത്തുണ്ടായ പ്രവർത്തന രംഗത്തുണ്ടായ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിട്ടുണ്ടോ ആ നേട്ടങ്ങളിൽ മുഖ്യ പങ്ക് ആശമാരുടെ സേവനമാണ്. അതുകൊണ്ട് തന്നെ ആശാ സംഘടന ആ സഹോദരിമാർ ആവശ്യമുന്നയിച്ചപ്പോൾ അവരുമായി സംസാരിച്ച് തീർക്കേണ്ടത്, നമുക്ക് സംസാരിച്ചാൽ തീരാത്ത വല്ല പ്രശ്നമുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ താല്പര്യവും ആ കാലത്ത് അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരവരുടേതായ ആവശ്യങ്ങളിലേക്ക് ഞാൻ അവരുമായി പല സന്ദർഭങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് സംസാരിച്ചൊരു സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കേണ്ടതായിരുന്നു. അവരെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. നമുക്കറിയാം, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, സമരങ്ങളുണ്ടാകും, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ആ സമരങ്ങളുണ്ടാകുമ്പോൾ സമരത്തിനാധാരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഒരിക്കൽ ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെയും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പാടില്ലാത്ത ഒരു പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പ്രശ്നം വളരെ സങ്കീർണമാക്കി, അവരുടെ ചർച്ച പ്രഹസനമായി മാറി. ഇപ്പോൾ അവരൊരു സുപ്രധാനമായൊരു ഘട്ടത്തിലെത്തി നിരാഹാരത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ റിക്വസ്റ്റ്, ഇനിയെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നൊരു കള്ളക്കളി ഉണ്ടല്ലോ, ആ കള്ളക്കളി ഒഴിവാക്കണം.